ഫുട്ബോൾ പ്ലേയേഴ്സ് അവരുടെ മാച്ച് ഡേയിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഡേയിൽ അവരുടെ ഡയറ്റ് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒന്നാണ്. ശരിക്കും ആ ഡയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ നമ്മുടെ പെർഫോമൻസ് കൂട്ടാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്കൊരു മാച്ച് ഉണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഡേ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മാച്ച് ഒരു 10-11 മണിയാണെങ്കിൽ നമുക്ക് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. മറിച്ച് നമുക്ക് രാവിലെ ഒരു 8 മണിക്ക് മാച്ചാണ്. നമുക്ക് 2 hours മുന്നേ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡയറ്റിനകത്ത് തീർച്ചയായിട്ടും ഒരു ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അതായത് മോഡറേറ്റ് ടു ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഉൾപ്പെടുത്താം. പിന്നെ എന്തായാലും പ്രോട്ടീൻ തീർച്ചയായിട്ടും വേണം. അതൊരു മോഡറേറ്റ് ടു ലോ പ്രോട്ടീൻ ആയിരിക്കും, ഒരിക്കലും ഹൈ പ്രോട്ടീൻ ആവാൻ പാടില്ല. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റിന് പ്രോട്ടീനും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ എനർജി സോഴ്സ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് വിത്ത് മോഡറേറ്റ് ടു ലോ പ്രോട്ടീൻ, പിന്നെ ലോ ഫാറ്റ്, ഒരു വളരെ കുറച്ച് ഫാറ്റ് അടങ്ങിയ ഡയറ്റ്. ഇതാണ് നമുക്ക് 2 മണിക്കൂർ മുന്നേ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇൻ ബിറ്റ്വീൻ മാച്ച് നമുക്കറിയാം, നമുക്ക് ഹാഫ് ടൈം ആയാലും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരു 300 ml വാട്ടർ അല്ലെങ്കിൽ സ്പോർട്സ് ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടന്റ് ഉള്ളത്, സോഡിയം പൊട്ടാസ്യം, നമ്മുടെ ബോഡി ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താനുള്ള ആഹാരം നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. എന്ന് വെച്ചാൽ വാട്ടർ ഓർ സ്പോർട്സ് ഡ്രിങ്ക്സ് ആണ് ഇൻ ബിറ്റ്വീൻ നമുക്ക് പറയുന്നത്. സപ്പോസ് ഒരു മണിക്കൂർ നമുക്ക് 1 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ കാർബോഹൈഡ്രേറ്റ് ഈ വെരി ഹൈ എന്നുള്ളത് കുറച്ചുകൂടെ ലോ ആക്കിക്കൊണ്ട് ഒരു മീഡിയം മോഡറേറ്റ് ലെവലിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. എന്നാലേ പ്ലേയേഴ്സിന് കളിക്കാനായിട്ട് സാധിക്കും. ഇനി കളി കഴിഞ്ഞിട്ട് സപ്പോസ് നമ്മളെ മാച്ച് കഴിഞ്ഞു, ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറിന് ശേഷം ഒരു നെക്സ്റ്റ് ഒരു മാച്ച് കൂടി ഉണ്ടെങ്കിൽ പലപ്പോഴും വരാറില്ല. പലപ്പോഴും ഈ സെലക്ഷൻ പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അത് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 3 മണിക്കൂർ നമുക്കുള്ളെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സ്മൂത്തീസ് ഡിപ്പെൻഡ് ചെയ്യാം. അതായത് നമ്മുടെ ഫ്രൂട്ട് ജ്യൂസസ്, അതിനകത്തുള്ള ഡിഫറെന്റ് സ്മൂത്തീസ് ഉണ്ട്. ഈ സ്മൂത്തീസ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒപ്പം നമുക്ക് സ്പോർട്സ് ഡ്രിങ്ക്സ് ഉൾപ്പെടുത്താം. അതിനകത്ത് നമുക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് റിക്കവർ ആവും. ഇനി മാച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹൈ കാർബോഹൈഡ്രേറ്റ്, മോഡറേറ്റ് പ്രോട്ടീൻ ഉള്ള അത്യാവശ്യം ഫാറ്റുകൾ അടങ്ങിയ ഒരു കണ്ടന്റ്, അതായത് ഒരു ബാലൻസ് ആയിട്ട് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക. എന്നാലും നമ്മൾ റിക്കവറി എൻഹാൻസ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 35 മിനിറ്റുള്ളിൽ തീർച്ചയായിട്ടും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിരിക്കണം. എന്നാലേ ആ ബോഡിയുടെ റിക്കവറി മെക്കാനിസം ഫാസ്റ്റ് ആവും. അപ്പൊ നമുക്കൊരു കോമ്പറ്റീഷൻ ഡേ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഡയറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്ലേയേഴ്സ് എല്ലാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.